ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ രാവിലെ എടുത്ത പാഠമില്ലേ അതിന്റെ ആക്ടിവിറ്റീസ് പഠിക്കാം കേട്ടോ. നോക്കാം. അപ്പൊ പേജ് നമ്പർ എത്രയാണ്? 10. Okay, all of you take your textbook. Page number 10. അപ്പൊ അതില് പദങ്ങളുടെ അർത്ഥം അല്ലെ, മീനിങ് ഉണ്ട്. അപ്പൊ അത് നോക്കാം നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം, ഇന്ന് മിസ് ഇപ്പൊ ഇത് പറയൂ കേട്ടോ. അപ്പൊ നോട്ടിലേക്ക് നിങ്ങൾ ഈ അർത്ഥം എഴുതണം. പിന്നെ എന്തൊക്കെയുണ്ട് ഇതില്? ഓപ്പോസിറ്റ് വിപരീത പദമുണ്ട്, ചേർത്ത് എഴുതുക അല്ലെ, ചേർത്ത് എഴുതുകയുണ്ട്, വാക്യത്തിൽ പ്രയോഗിക്കുക. മിസ് ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ സെൻഡ് ചെയ്ത് തരും. അപ്പൊ അതുവരെ ഉള്ളത് നിങ്ങൾ ഇന്ന് നോട്ടിലേക്ക് പകർത്തി എഴുതണം. ഓക്കെ, ഇപ്പൊ പറഞ്ഞുതരാം. ആരവം, ശബ്ദം. അർത്ഥം അതിലുള്ളത് നോക്കി എഴുതും നിങ്ങൾ. ആരവം, ശബ്ദം. മനോഹാരിത, ഭംഗി. ഹീനം, നീചം. യാചിക്കുക, അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി. ഇപ്പൊ എഴുതണമെന്നില്ല, ക്ലാസ് കഴിഞ്ഞാലും എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ യാചിക്കുക നല്ല നീറ്റ് തന്നെ എഴുതണം കേട്ടോ. യാചിക്കുക, അപേക്ഷിക്കുക. വഴിപോക്കൻ, യാത്രക്കാരൻ. മിണ്ടാപ്രാണി, സാധുമൃഗം. ചിന്താവിഷ്ടൻ, ചിന്തയിൽ മുഴുകിയവൻ. പരിചാരകൻ, എന്താണ് അർത്ഥം? വേലക്കാരൻ. പരിചാരകൻ, വേലക്കാരൻ. കാണുന്നുണ്ടല്ലോ നിങ്ങള്? ഓക്കെ, നെക്സ്റ്റ് ബന്ധിക്കുക, കെട്ടിയിടുക. ബന്ധിക്കുക, കെട്ടിയിടുക. പിന്നെ പറഞ്ഞ എന്താണ്? ഓപ്പോസിറ്റ് പദം, വിപരീത പദമാണ് അല്ലെ. വിപരീത പദം എഴുതുക എന്ന് ഹെഡിങ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ്. അഹിംസ, മാർക്കല്ലേ എഴുതണം കേട്ടോ. ഓപ്പോസിറ്റ് വേർഡ് ആവുമ്പോ സാധാരണം, ശത്രു, അടുത്ത എന്താ എഴുതേണ്ടത്? ചേർത്ത് എഴുതുക എന്ന് എഴുതണം ഹെഡിങ് അല്ലെ. എന്റെ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതേണ്ടതാണ്. കളകള പ്ലസ് അധികം എന്നുള്ള ചിഹ്നം ഇടണം. പ്ലസ് അറിയാലോ, പ്ലസ് ചിഹ്നം. അധികം ആരവം എന്താണ്? സമം കളകളാരവം അല്ലെ. അത് ചേർത്ത് എഴുതുമ്പോഴാണ് കളകളാരവം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കൈകളിൽ പ്ലസ് ഏന്തി. എന്താ ഉത്തരം വരുക? എഴുതാൻ അറിയോ? കൈകളിലേന്തി അറിയോ? എന്താവും? ഏന്നുള്ളത് ഏ ചിഹ്നം വരും അല്ലെ. കൈകളിലേന്തി, ലാക്ക് മുമ്പിൽ ഏ ചിഹ്നം വരും. കൈകളിലേന്തി. ഇതിൽ എഴുതാൻ പറ്റുമോ നോക്കട്ടെ മക്കളെ. എഴുതിയോ? തെറ്റാതെ അറിയോ നിങ്ങൾക്ക്? മെല്ലനെ വരൂ. വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ കാണുന്ന എഴുതുമ്പോ. കൈകളി ലേന്തി, ഏ ചിഹ്നം കണ്ടോ? ലായാണ് ഇത്. ക്ലിയർ ആവുന്നില്ലേ? എന്താ അല്ലേ? എഴുതി കുറച്ച് ടൈം എടുത്താലേ എഴുത്ത് വരൂ. അപ്പൊ എന്താണ് ചേർത്ത് എഴുതുമ്പോ? കൈകളിലേന്തി അല്ലെ. അങ്ങനെയാണ് എഴുതുന്നത്. ചേർത്ത് എഴുതുമ്പോ തെറ്റിക്കരുത്. ചേർത്ത് എഴുതുന്നത് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എഴുതുന്നത്. നെക്സ്റ്റ് കഴിവില്ലാത്ത പ്ലസ് അവർക്ക്. എന്താവും? കഴിവില്ലാത്തവർക്ക്. താ ഇരട്ടിക്കും അല്ലെ. താ ഇരട്ടിക്കും ആ പോവും. അപ്പൊ കഴിവില്ലാത്തവർക്ക് എന്ന് വരും. ഇത്താ വരണേ. അറിയാലോ, എഴുതരണോ? എഴുതി. അപ്പൊ കഴിവില്ലാത്തവർക്ക്. आया वरलाया ഇത്താട്ടാ. വാ ഇർ ക്ക് ഇക്ക.
ചന്ദ്രക്കല. ഓക്കെ, അപ്പൊ ഇത്തായാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ? ശരിക്കായിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്? അപ്പൊ കഴിവില്ലാത്തവർ. ഓക്കെ, കഴിവില്ലാത്തവർക്ക് എന്ന് വരും. പിന്നെ നെക്സ്റ്റ് വരുന്ന വാക്യത്തിൽ പ്രയോഗിക്കുകയാണ് അല്ലെ? വാക്യത്തിൽ പ്രയോഗിക്കുക. അതിൽ ഒന്നാമത്തത് കളകളാരവം. അപ്പൊ മിസ് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം നിങ്ങൾക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുവാണേ, കളകളാരവം എന്താണ് ആൻസർ വരിക? അത് അതിലുണ്ട് അല്ലെ? എന്ത്? പെരിയാറിന്റെ കളകളാരവം ഞങ്ങളെ കോരിത്തരും. അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? പെരിയാറിന്റെ കളകളാരവം ഞങ്ങളെ കോരിത്തരിപ്പിച്ചു. അത് ഓൾറെഡി അതിലുണ്ട് അല്ലേ? നെക്സ്റ്റ് ചിന്താവിഷ്ടം. എന്താ പറയണ്ടേ? ചിന്താവിഷ്ടം എങ്ങനെ നിങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കും? വാക്യത്തിൽ പ്രയോഗിക്കും. ഞാൻ പറയാം. ആരാ? ദേവപ്രിയല്ലേ പറയാൻ കൈവക്കുന്നത്? സ്ക്രീൻ ഷെയർ കാണിക്കോ? സ്ക്രീൻ ഷെയർ കാണിക്കണോ? ആ പറഞ്ഞോ. ഇതാ സ്ക്രീൻ ഷെയർ നോക്കിക്കോ ദേവപ്രിയ. ഇതാ കഴിവില്ലാത്തവർക്ക് ഇത്താ വരുവേ. ഓക്കെ, അപ്പോ പെരിയാർ ആദ്യത്തെ കളകളാരവെന്ന് വാക്യത്തിൽ പ്രയോഗിക്കണ്ടേ? നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വർഷം നമ്മൾ വാക്യത്തിൽ പ്രയോഗിച്ചാണല്ലേ? ലാസ്റ്റ് വരുമ്പോ കുറച്ചുണ്ടായിരുന്നു. അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കുക എങ്ങനെയാ? ആ വാക്യം ആ പദം ഉപയോഗിച്ച് ഒരു വാക്യം ഉണ്ടാക്കണം അല്ലെ നമ്മള്? അപ്പോ എന്താ പറഞ്ഞത്? ചിന്താവിഷ്ടം. ചിന്താവിഷ്ടത്തിൽ എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കുന്നത്? ആരാ പറയാ പറഞ്ഞേ? ഞാൻ പറയാം. ഞാൻ ആരാണ്? ആൻഡ്രോസ്. ഓക്കെ, ആൻഡ്രോസ് പറഞ്ഞോ. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ഇങ്ങനെ ആര് പറഞ്ഞോ മോളെ? ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. വേറെ എന്താണ് പറയാൻ അറിയുന്നേ? ഇനി ആർക്കറിയാം ചിന്താവിഷ്ടനായി വാക്ക്? ചിന്താവിഷ്ടനായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ചിന്തയിൽ മുഴുകിയവൻ എന്നാണ് അർത്ഥം. അപ്പൊ ചിന്താവിഷ്ടൻ എന്നുള്ളത് എങ്ങനെ നിങ്ങൾ വാക്കിട്ട് പ്രയോഗിക്കും? ഇപ്പൊ സ്വന്തം എഴുതണം തോന്നുന്നു, പക്ഷെ എങ്ങനെ നിങ്ങൾ എഴുതും? ഓ, ആൻഡ്രോസ് അത് പറഞ്ഞു അല്ലെ? ശ്രീബുദ്ധൻ കുമാരെ മാനിന്റെ കാര്യം ചിന്താവിഷ്ടനായി എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാനുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ പറയാൻ എന്തെങ്കിലും? വേണമെങ്കിൽ എഴുതാ അല്ലെ? പരീക്ഷയുടെ കാര്യം ഓർത്ത് ഇന്ന് ആര്? സേറ ചിന്താവിഷ്ട അല്ലെ? സേറ ടെൻഷൻ അടിച്ചു അല്ലെ? അതിൽ മുഴുകി, ചിന്തയിൽ മുഴുകി എന്താ ചെയ്യുന്നത് എഴുതാ അല്ലെ? അത് മിസ് എഴുതിയിട്ട് അയച്ചില്ല. നെക്സ്റ്റ് അടുത്തത് മിണ്ടാപ്രാണി. മിണ്ടാപ്രാണി പറഞ്ഞാൽ സാധു മൃഗം എന്നാണ് അർത്ഥം അല്ലെ? മിണ്ടാപ്രാണി പറഞ്ഞാൽ മിണ്ടാൻ പറ്റാത്ത സാധു, പാവം, സാധു മൃഗം. അപ്പൊ എന്താ മിണ്ടാപ്രാണിക്ക് നിങ്ങൾ എങ്ങനെയാ? മിണ്ടാപ്രാണിയായ ആ മാനിനെ ആരോ കടമ്പ പുറത്തോട് വരിഞ്ഞു കെട്ടി. വേണമെങ്കിൽ എഴുതി കൂടെ? എഴുതാം. പിന്നെ എന്ത് എഴുതാ? എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയാനാ മിസ് ചോദിക്കുന്നത്. ചിന്താവിഷ്ടത്തിലെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ആരെങ്കിലും ഒരാള് ചിന്താവിഷ്ടനായിരുന്നു എഴുതാ അല്ലെ? ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശംബിയില് ചിന്താവിഷ്ടനായി ഇരിക്കുകയായിരുന്നു അല്ലേ? ആര്? അല്ല പറഞ്ഞോ. മിണ്ടാപ്രാണി. മിണ്ടാപ്രാണി പറഞ്ഞ സാധു മൃഗം എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലേ? അദ്വൈത് നേരത്തെ പറഞ്ഞേ. രണ്ട് പക്ഷികളുടെ സ്നേഹം കണ്ട്. ആര്? രണ്ട് പക്ഷികളുടെ സ്നേഹം കണ്ട് ചിന്താവിഷ്ടനായിരുന്നു. അല്ല, സ്നേഹം കണ്ടിട്ട് ചിന്താവിഷ്ട. എന്തെങ്കിലും വിഷമം കാണുമ്പോൾ നമുക്ക് ചിന്താവിഷ്ടമാവരുത് ആവണ്ടേ കേട്ടാ?
അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നതിന് ഞാൻ പറയാ ചിന്തയിൽ മുഴുകിയിരിക്കുന്നതിന്. കുഴപ്പമില്ല, നല്ലതല്ലേ. ഓക്കെ, അപ്പൊ മിണ്ടാപ്രാണിക്ക് ആ സാധു മിണ്ടാപ്രാണി സൗണ്ട് കുറച്ച് അല്ലേ? ഓക്കെ, സൗണ്ട് കേൾക്കും. ഓക്കെ, പിന്നെ അടുത്ത് എന്താണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ് അല്ലേ? അദ്വൈത് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? അദ്വൈതേ നേരത്തെ മിസ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിന്, ഇല്ല അല്ലേ? ഓക്കെ, അപ്പോ എന്ത് കാഴ്ച കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണു നിറഞ്ഞത്? എന്ത് കാഴ്ച കണ്ടിട്ടായിരുന്നു? ഒന്ന് പറഞ്ഞേ, ആരാ പറയുന്നത്? എങ്ങനെ എഴുതണം അതിന്റെ ആൻസർ? ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണു നിറഞ്ഞത്, അല്ലേ? അങ്ങനെയല്ലേ എഴുതേണ്ട ആൻസർ എഴുതുന്ന സമയത്ത്? ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണു നിറഞ്ഞത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഒന്ന് വായിച്ച്, ആരാ വായിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ? നിങ്ങളെ വായന മെച്ചപ്പെടാൻ വേണ്ടിയാണ് മിസ് ഈ വായിക്കാൻ പറയുന്നത്. ഒരാള് എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്യണേ. ഞാൻ പറയുന്ന ആള് വായിച്ചാൽ മതി, അല്ലെങ്കിൽ പരക്കി നിങ്ങൾ സൗണ്ട് ഉണ്ടാവും. ഓക്കെ, അദ്വൈത് കമലൊന്ന് വായിച്ചേ. ഞാൻ അദ്വൈത് കമലിന്റെ വായന കേട്ടിട്ടേ ഇല്ല. അദ്വൈതേ പ്ലീസ് അൺമ്യൂട്ട്. അദ്വൈതേ ഒന്ന് വായിച്ചത്. അദ്വൈതിനോട് വായിക്കാൻ പറയുമ്പോ അദ്വൈത് എവിടെയെങ്കിലും പോകും. അദ്വൈതേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? അദ്വൈതേ ഇല്ല, അൺമ്യൂട്ട് ആ സ്ഥലത്തേ ഇല്ല. നെക്സ്റ്റ് കാജൽ ഒന്ന് വായിച്ചേ. കാജൽ, കാജലിനും കേൾക്കുന്നില്ലേ? നെക്സ്റ്റ് ദേവാഞ്ജന ഒന്ന് വായിച്ചത്. ശ്രീബുദ്ധൻ മാനിനെ കെട്ടഴിച്ചു വിട്ടത് എന്തുകൊണ്ട്? ശ്രീബുദ്ധൻ മാനിനെ കെട്ടഴിച്ചു വിട്ടത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ ദേവാഞ്ജന? ദേവാഞ്ജന പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമ മെഹഫൂസ. ആ സാധു ജീവന്റെ കണ്ണു ആ സാധു ജീവി നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. അതുകൊണ്ടാണ് അല്ലെ? എന്താണ് ഇതിന് ആൻസർ എഴുതേണ്ടത്? എങ്ങനെയാ എഴുതേണ്ടത്? ആ സാധു മൃഗത്തിന്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടാണ് അല്ലേ ശ്രീബുദ്ധൻ മാനിനെ കെട്ടഴിച്ചു വിട്ടത്, അല്ലെ? അതിനോട് സാധു മൃഗത്തിനോട് ദയ തോന്നിയത് കൊണ്ടാണ് ശ്രീബുദ്ധൻ മാനിനെ കെട്ടഴിച്ചു വിട്ടത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നത്? ഷെഫി. മാനിനെ ഏതു വീഴ്ത്താൻ വന്ന രാജകുമാരനോട് ശ്രീബുദ്ധൻ എന്താണ് പറഞ്ഞത്? മാനിനെ ഏതു വീഴ്ത്താൻ വന്ന രാജകുമാരനോട് ശ്രീബുദ്ധൻ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞ? ആർക്കറിയാം അതിന്റെ ആൻസർ? രാജകുമാരനോട് എന്താണ് പറഞ്ഞത്? സ്റ്റോറി മനസ്സിലായില്ലേ? ഓക്കെ, ആരൊക്കെയാ കൈ പൊന്നിക്കുന്നേ? ആർക്കറിയാം? ആർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ദേവാഞ്ജന പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യുമോളെ? അൺമ്യൂട്ട് ചെയ്തിട്ടില്ല ദേവാഞ്ജന.
അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ആവുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ് ആർക്കറിയാം അതിന്റെ ആൻസർ? ആർക്കും അറിയില്ല? ദേവപ്രിയ. പറഞ്ഞോ. ഞാൻ ഇനിമേൽ കേൾക്കുന്നില്ല. മാനിനെ എഴുതി വീഴ്ത്താൻ വന്ന രാജകുമാരനോട് ശ്രീബുദ്ധൻ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഞാൻ പറയാം അതിന്റെ ആൻസർ. പാവപ്പെട്ട മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിലും ഭേദം മനുഷ്യരെ തന്നെ കൊല്ലുകയാണ്. പക്ഷേ കൊല്ലൽ ഒന്നിനും എന്തല്ല, പ്രതിവിധിയല്ല. രാജകുമാരനായ അങ്ങേക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാൻ കഴിഞ്ഞേക്കും, എന്നാൽ ഒരെണ്ണത്തിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ഇതാണ് ശ്രീബുദ്ധൻ രാജകുമാരനോട് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ മക്കളെ പാഠം? അല്ലേ? ഓക്കെ. ഇതാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? പാവപ്പെട്ട മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിലും ഭേദം എന്താ, മനുഷ്യരെ തന്നെ കൊല്ലുകയാണ്. പക്ഷെ കൊല്ലൽ ഒന്നിനും പ്രതിവിധിയല്ല. രാജകുമാരനായ അങ്ങേക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാൻ കഴിയും, പക്ഷെ ഒന്നിനെയും ജീവിപ്പിക്കാൻ കഴിയുകയില്ല. അല്ലേ? ഇതാണ് ശ്രീബുദ്ധൻ രാജകുമാരനോട് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അടുത്തത്? ശ്രീബുദ്ധന്റെ കാൽക്കൽ അമ്പും വില്ലും വെച്ചുകൊണ്ട് രാജകുമാരൻ എന്ത് സത്യപ്രതിജ്ഞയാണ് ചെയ്തത്? എന്ത് സത്യപ്രതിജ്ഞയാണ്? ഓക്കെ, അതെല്ലാവർക്കും അറിയാം അല്ലെ? എന്ത് പ്രതിജ്ഞയാണ് നിഹാലേ? ഗുരു അങ്ങ് പറഞ്ഞതാണ് ശരി. നമുക്ക് കൊല്ലാനേ കഴിയും, ഒന്നിനെയും ജീവിക്കാൻ കഴിയില്ല. നമുക്ക് കൊല്ലാനേ കഴിയൂ, അധികാരമില്ല. ജീവിപ്പിക്കാൻ കഴിയില്ല. ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് കൊല്ലാനും അനുവാദമില്ല അല്ലെ? അധികാരമില്ല. ഞാൻ ഇനിമേൽ ഒന്നിനെയും കൊല്ലില്ല. ഇതാണ് എന്ത് പറഞ്ഞത്? രാജകുമാരൻ ബുദ്ധനോട് പറഞ്ഞത് അല്ലെ? ശ്രീബുദ്ധന്റെ കാൽക്കൽ അമ്പും വില്ലും വെച്ചുകൊണ്ട് രാജകുമാരൻ പറഞ്ഞ സത്യപ്രതിജ്ഞയാണ് അത് അല്ലെ? അടുത്ത അഞ്ചാമത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീബുദ്ധൻ ഉപദേശിച്ച പരമമായ ധർമ്മം എന്ത്? എന്താണ്? ഷെഫി അല്ല, ആരോ? ഓക്കെ. എന്താണ്? അഹിംസ പരമോ ധർമ്മ. ഓക്കെ, അഹിംസ പരമോ ധർമ്മ അല്ലെ? അഹിംസയാണ് ഏറ്റവും പരമമായ ധർമ്മം എന്നാണ് ശ്രീബുദ്ധൻ ഉപദേശിച്ച പരമമായ ധർമ്മം. ഇതാണ് ഏറ്റവും വലിയ ധർമ്മം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ പാഠം നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് അനുബന്ധ പ്രവർത്തനങ്ങളില് എന്താണ്? ഒന്നാമത് ജാതക കഥകൾ തേടിപ്പിടിച്ച് വായിക്കുക. നെക്സ്റ്റ് എന്താ? ജന്തു സ്നേഹത്തിന്റെ കഥകൾ മനസ്സിലാക്കി ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുക. അപ്പൊ കഴിഞ്ഞ പാഠത്തിന് നിങ്ങൾ വർക്ക് ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അത് ചെയ്ത ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആരെങ്കിലും ചെയ്തു അത്? ഇല്ല. ദേവാൻസന് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഷെഫി ചെയ്തു. നെക്സ്റ്റ് ആരെങ്കിലും ചെയ്തു അത്? ഇല്ല അല്ലെ? അത് നിങ്ങൾ ചെയ്യണേ. ഈ പ്രാവശ്യത്തെ ഈ പാഠത്തിന്റെ വർക്ക് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം, ഒന്നാമത്തെ പാഠത്തിന്റെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ശ്രീബുദ്ധനും മാൻകിടാവും എന്ന ഈ രണ്ടാമത്തെ പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങള് നല്ലതുപോലെ വായിച്ചിട്ട്, അന്ന് ആ എടുത്ത വരെയുള്ളതാണ് ഞാൻ പറഞ്ഞത്, അതിന് ശേഷമുള്ള വായിച്ചതും ഒരു ഓഡിയോ ക്ലിപ്പ് എല്ലാ മക്കളും സെൻഡ് ചെയ്യണം. കുറച്ചു പേര് മാത്രമല്ല, എല്ലാവരും നല്ലതുപോലെ ഒരു 3-4 തവണ നിങ്ങളിത് വായിക്കുക ടെക്സ്റ്റ്. അതിനുശേഷം നല്ലൊരു ഓഡിയോ ക്ലിപ്പ് എടുത്തിടുക. ആദ്യം തന്നെ ഫസ്റ്റ് വായിക്കുന്നതിന് ഇടാൻ പാടില്ല, തപ്പിത്തടഞ്ഞത് കേട്ടോ, നല്ല നീറ്റിൽ വായിക്കുന്നത്. ഓക്കെ, എന്താണ് ആരോൺ പറഞ്ഞോ? ഫസ്റ്റ് ലെസന്റെ വർക്ക് ഏത് ബുക്കിൽ എഴുതണ്ടേ? ഏത് മോനെ? അർത്ഥ? അല്ല, ഫസ്റ്റ് ലെസന്റെ വർക്ക് ഏത് ബുക്കിൽ എഴുതണ്ടേ? വർക്ക് നിങ്ങൾ ഏതെങ്കിലും A4 ഷീറ്റിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, നല്ല വൃത്തിയിൽ A4 ഷീറ്റ് നല്ല വൃത്തി വരച്ച് നല്ല നീറ്റിൽ എഴുതും. ഓക്കെ, പിന്നെ നിങ്ങൾ 2 ലൈൻ ബുക്ക് നിങ്ങൾ എടുക്കാറുണ്ടോ? 2 ലൈൻ ബുക്ക് ഇല്ലേ? അതിലെന്താ എഴുതിയത്? സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് എഴുതിയോ?
നെക്സ്റ്റ് എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതിയോ? കംപ്ലീറ്റ് ഒരു പേജ് നിറയെ. സ്വരാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞായിരുന്നു മിസ്സേ. നെക്സ്റ്റ് ഇന്ന് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് വർക്ക്? വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക. നല്ല നീറ്റിൽ എഴുതണേ. ആ 2 ലൈനിൽ ടച്ച് ചെയ്തിട്ട് തന്നെ എഴുതണം. വെറുതെ അതിന്റെ നടുക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ. എനിക്ക് എന്റെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്താ കേട്ടോ. എങ്ങനെയുണ്ട് നോക്കട്ടെ നിങ്ങൾ എഴുതുന്നത്. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ആ കോപ്പി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കർസീവ് ബുക്ക് അതിൻ്റെതായ തന്നെ ഉപയോഗിക്കണം. വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ട് എഴുതാൻ പാടില്ല. അത് നല്ല നീറ്റിൽ എഴുതിയിട്ടുണ്ട് ദേവാഞ്ജന. അതേപോലെ തന്നെ എഴുതണം. ഓക്കെ, വൃത്തിയിൽ എഴുതണേ. അപ്പൊ ഈ പാഠഭാഗം കഴിഞ്ഞ രാവിലത്തെ ക്ലാസ്സിൽ വായിക്കാത്ത ആരാണ്? വായിച്ച കുട്ടികൾ കുറച്ചേ ഉള്ളൂ. വായിക്കാത്ത കുട്ടികളാണ് ഒരുപാട്. കൃപാമേരി ഒന്ന് വായിച്ചേ മോളെ. ആ പാഠം ഫിനിഷായി മോളെ കേട്ടോ. കൃപാമേരി വായിച്ചു. ഫസ്റ്റ് മുതൽ വായിച്ചു. പാഠം 2. ശ്രീബുദ്ധനും മാൻകിടാവും. ഒരിക്കൽ ശ്രീബുദ്ധൻ നദീതീരത്തോടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേ ഉള്ളൂ. അങ്ങ് കിളികളുടെ കളകളാരവം, പ്രകൃതിയുടെ മനോഹരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്ന് ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്ത് ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീബുദ്ധൻ പതുക്കെ നടന്ന് മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധു ജീവി നിറകണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. കാരണത്തിന് വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലെ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? സ്വാമി മഗധ രാജകുമാരന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് കുരമ്പേറ്റ് പിടഞ്ഞു ചാവും. വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിനു വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കൊള്ളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവ്വം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അദ്ദേഹം അത് കാട്ടിലോട്ട് ഓടി മറിഞ്ഞു. ശ്രീബുദ്ധൻ തന്റെ ശരീരം ആ കടമ്പു മരത്തോട് ചേർത്ത് ബന്ധിച്ചു. പിന്നെ കാവ്യവസ്ത്രം കൊണ്ട് ശരീരമൊക്കെ മൂടി. എന്നിട്ട് അവിടെ അനങ്ങാതെ നിന്നു. വൈകുന്നേരമായപ്പോൾ അമ്പും വില്ലും കൈകളിലേന്തി പരിചാരകരോടനുസരിച്ച് മഗധ രാജകുമാരൻ ആ കടമ്പു വൃക്ഷത്തിന്റെ സമീപത്തെത്തി. അദ്ദേഹം അവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് വില്ലിനോട് ചേർത്ത്. അപ്പോഴാണ് മാൻകിടാവിന്റെ സ്ഥാനത്ത് കാവ്യ വസ്ത്രത്തിന്റെ നിറം കണ്ടത്. അദ്ദേഹം പരിചാരകരോട് പറഞ്ഞു, ഇന്നത്തെ ഇര സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി തോന്നുന്നല്ലോ. അതൊരു മൃഗം തന്നെയാണോ എന്ന് നോക്കിയിട്ട് വരൂ. അടുത്തത് കാജലിന് വായിക്കാൻ പറ്റുമോ? കാജലെ, ടെക്സ്റ്റ് ഉണ്ടോ? PDF വായിക്കാൻ പറ്റുമോ? ടീച്ചർ ഏതൊക്കെ ഇല്ലേ? PDF ഇല്ലേ ടെക്സ്റ്റിന്റെ? ഇല്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്ത ആരാ ഉള്ളത്? അലൻ, ആദിദേവ്, അബ്ദുൽ ബാസിത്ത്. നെക്സ്റ്റ് ആരാ? അബ്ദുൽ ബാസിത്ത് വായിച്ചു. ഷംബീൽ വായിച്ചില്ല. ആഷിൻ വായിച്ചില്ലേ? ആഷിൻ. അൽനാഗസ്റ്റിൻ വായിച്ചു. ഷെഫി വായിച്ചില്ല. രാവിലെ വായിച്ചില്ലേ? ഷെഫി വായിച്ചു. മിസ്സേ, ഈ പാഠത്തിന് അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഹോംവർക്ക് ഉണ്ടോ? ഈ പാഠത്തിന്റെ ഇല്ല. ആ ഫസ്റ്റ് പാഠത്തിന് നിങ്ങൾ ചെയ്തില്ലല്ലോ. ഫസ്റ്റ് പാഠത്തിന് ചെയ്തോ? മിസ്, അത് ഇന്ന് അയച്ചു തരാം മിസ്സിന്. ഓക്കെ ഓക്കെ, എന്നാ ഇപ്പൊ വായിച്ചോ, ടെക്സ്റ്റ് വായിച്ചോ. അവള് വായിച്ചതിന് ശേഷം കൃപാമേരി
വായിച്ചതിന് ശേഷമുള്ള ഭാഗം. ഷെഫി കേൾക്കുന്നൊന്നുമില്ല. ഷെഫി വായിക്കുന്നത് മുഹമ്മദ് നിഹാൽ വായിച്ചോ? ഷെഫി വായിക്കുന്ന കേൾക്കും. നിഹാലേ അൺമ്യൂട്ട് ചെയ്ത് വായിച്ച മോനെ. ഇന്നത്തെ ഇര സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി തോന്നുന്നല്ലോ, അതൊരു മൃഗം തന്നെയാണോ എന്ന് നോക്കിയിട്ട് വരൂന്നാണ് പേജ് നമ്പർ 9. അതിന് ശേഷമുള്ളതാണ് വായിക്കേണ്ടത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്നല്ലോ, അതൊരു മൃഗം തന്നെയാണോ എന്ന് നോക്കിയിട്ട് വരൂ. പരിചാരകൻ വൃക്ഷച്ചുവട്ടിൽ ചെന്ന് നോക്കി. അപ്പോഴാണ് അതൊരു സന്യാസിയാണെന്ന് മനസ്സിലായത്. ആരോ സന്യാസിയെ ബലമായി പിടിച്ച് അവിടെ കെട്ടിയിട്ടതാണെന്ന് രാജകുമാരൻ വിചാരിച്ചു. രാജകുമാരൻ ചോദിച്ചു, അങ്ങയെ ആരാണ് ഇവിടെ ബന്ധിച്ചത്? സന്യാസി പറഞ്ഞു, കുമാര, എന്നെ ആരും ഇവിടെ ബന്ധിച്ചില്ല. പിന്നെ അങ്ങനെ കൂടി വേണ്ടി ഒരു മാനിനെ ഇവിടെ വരിഞ്ഞു കെട്ടിയിരുന്നു. അതിനെ ഞാൻ രക്ഷപ്പെടുത്തി, സന്യാസി അറിയിച്ചു. അതെന്തിന്? അപ്പോൾ എനിക്ക് ഇത് വീട്ടാൻ ഒരു മൃഗം വേണ്ടേ? രാജകുമാരൻ കോപിഷ്ഠനായി. കുമാര, ദേഷ്യപ്പെടാതിരിക്കൂ. മാനിന് പകരം അങ്ങ് എന്നെ അമ്പെയ്തു കൊള്ളൂ. അങ്ങേക്ക് അസ്ത്രവിദ്യ പഠിക്കാൻ ഏതെങ്കിലും ഒരു ജീവി മതിയല്ലോ. അത് ഞാൻ തന്നെയാവട്ടെ. ശുദ്ധൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. ഞാൻ ഇതുവരെ മനുഷ്യനെ അമ്പെയ്ത് ശീലിച്ചിട്ടില്ല. രാജകുമാരൻ ദേഷ്യപ്പെട്ടു. കുമാര, പാവപ്പെട്ട പ്രാണികളെ കൊല്ലുന്നതിലും വേദം മനുഷ്യരെ തന്നെ കൊല്ലുകയാണ്. പക്ഷേ കൊല്ലൽ ഒന്നിനും പ്രതിവിധിയല്ല. രാജകുമാരനായ അങ്ങേക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരെണ്ണത്തിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ശ്രീബുദ്ധൻ രാജകുമാരനെ നോക്കി. ഇതോടെ രാജകുമാരൻ ക്ലിയർലി നിഹാലേ? നിഹാലിന് നെറ്റ് പോയി. അലൻ വായിക്കാൻ പറ്റുമോ? അലിന് മനസ്സിലാവുന്നുണ്ടോ പഠിപ്പിക്കുന്നത്? ടീച്ചർ, എനിക്ക് വായിച്ചു വരുന്നതേ ഉള്ളൂ അല്ലേ? ഓക്കെ. അക്ഷരങ്ങള് പഠിച്ചു കഴിഞ്ഞു. 2 വ്യഞ്ജനാക്ഷരങ്ങളും സ്വരങ്ങളും പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ. അത് കഴിഞ്ഞ് ചിഹ്നങ്ങൾ പഠിക്കണം, എന്നാൽ നമുക്ക് വായിക്കാൻ എളുപ്പമാവും. ഓക്കെ. സോ ഒന്ന് എഴുതി അയച്ചു തരാം കേട്ടോ. അത് ഏകദേശം കുറച്ച്. ഇനി ആരാ വായിക്കാത്തല്ലേ നമ്മുടെ ഈ പാഠം? നമ്മുടെ ശ്രീബുദ്ധൻ മാൻകിടാവുന്നില്ലേ? സേറ റോസ് വായിച്ചോ? സേറ ഇല്ല, മിണ്ടാതെ അവിടെ ഇരിക്കാൻ. സേറ പോയോ? സേറ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ? സേറക്ക് നെറ്റില്ല. ആരോൺ വായിച്ചോ? ആരോൺ ഇല്ല, വായിച്ചോ ആരോൺ? രാജകുമാരനായ അങ്ങേക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാൻ കഴിയും. എന്നാൽ ഒരെണ്ണത്തിന് ജീവന് കൊടുക്കാൻ കഴിയുമോ? ശ്രീബുദ്ധൻ രാജകുമാരനെ നോക്കി. ഇതോടെ രാജകുമാരൻ നിശബ്ദനായി. ശ്രീബുദ്ധൻ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കുരമ്പു പോലെ തറച്ചു. അദ്ദേഹം
തന്റെ കയ്യിലിരുന്ന അമ്പും വില്ലും ശ്രീബുദ്ധന്റെ പാദങ്ങളിൽ വെച്ചു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞതാണ് ശരി. നമുക്ക് കൊല്ലാനേ കഴിയൂ. ഒന്നിനും ജീവൻ കൊടുക്കാൻ കഴിയില്ല. ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് കൊല്ലാനും അധികാരമില്ല. ഞാൻ ഇനി മേൽ ഒന്നിനെയും കൊല്ലില്ല. ഇത് സത്യം, സത്യം, സത്യം. രാജകുമാരന്റെ നിറഞ്ഞ കണ്ണുകൾ തുറച്ചുകൊണ്ട് ശ്രീബുദ്ധൻ ഉപദേശിച്ചു, അഹിംസ പരമോധർമ്മം. അഹിംസ പരമോധർമ്മം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു മക്കളെ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ, വായിക്കാം കേട്ടോ ബാക്കിയുള്ളവർക്ക്. ഓക്കെ, ബൈ, സി യു.